ഹലോ ഗായ്സ് വാട്ട്സാപ്പ്. അപ്പം ഇന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയാലോ. വേറൊന്നുമല്ല, ഒരു വയർലെസ് മൈക്രോഫോണാണ്. ഗ്രനാരോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഈ പ്രോഡക്റ്റ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഏകദേശം ഒരു 950 രൂപയാണ് എനിക്കിതിന് പ്രൈസ് വന്നത്. ഞാൻ നേരത്തെ K8 എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മൈക്രോഫോൺ യൂസ് ചെയ്തിരുന്നു. അത് തീരെ ക്വാളിറ്റി ഇല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ വേറൊരു മൈക്ക് നോക്കി നടന്നത്. കുറച്ചധികം റിവ്യൂസൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ മൈക്കിലേക്ക് എത്തിയത്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലായിട്ട് ഏകദേശം ഒരു 20,000-ഓളം നല്ല റിവ്യൂസ് ഈ പ്രോഡക്റ്റിനുണ്ട്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം വി ആർ ഗോണ അൺബോക്സ്. ഇതിൻ്റെ സിംഗിൾ ചാനലും ഡ്യുവൽ ചാനലും അവൈലബിൾ ആണ്. സിംഗിൾ ചാനലിന് ഏകദേശം 750 രൂപയോളം, ഡ്യുവൽ ചാനലിന് നേരത്തെ പറഞ്ഞ പോലെ 950 രൂപയാണ് വരുന്നത്. സോ എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി എന്നൊരു ചിന്തയിൽ ഞാൻ ഡ്യുവൽ ചാനൽ തന്നെയാണ് ഓർഡർ ചെയ്തത്. പോഡ്കാസ്റ്റ് പോലുള്ള പരിപാടികൾ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും ഡ്യുവൽ ചാനൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡ്യുവൽ ചാനൽ വയർലെസ് മൈക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 മൈക്ക്, 1 റിസീവർ ആൻഡ് 2 വിൻ ഫിൽറ്റർ, 2 പോപ്പ് ഫിൽറ്റർ എന്നിവ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ ഒരു C ടൈപ്പ് കേബിൾ കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഫോർ ചാർജിങ് പർപ്പസ്. സോ ഓവറോൾ ഇതൊരു നല്ല ഡീലായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാം. മൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ പുറകിലായിട്ടാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. ആൻഡ് ഫ്രണ്ടിൽ ഇതിൻ്റെ ഇൻഡിക്കേഷൻ ലൈറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. 3 ലെവൽസ് ഓഫ് നോയ്സ് ക്യാൻസലേഷൻ ആൻഡ് റിവർ മോഡുമാണ് ഇതിനകത്തുള്ളത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗോ ചെക്ക് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം എൻ്റെ സ്മാർട്ട് ഫോൺ ക്യാപ്ചർ ചെയ്യുന്നതാണ് വിത്ത് അതിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്ക്. ഞാൻ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ വിവോയുടെ IQ12 ആണ്. പ്രതി ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയുള്ള വോയിസ് ആയിരിക്കും നിങ്ങൾ കേൾക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇവിടെ AC ഓൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ നോയ്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ആൻഡ് ഈ റൂമിൻ്റെ ഒരു എക്കോ കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഗ്രനാരോയുടെ മൈക്ക് കണക്ട് ചെയ്ത് അത് ത്രൂ കേൾക്കുന്ന വോയിസ് എങ്ങനെയായിരിക്കും നോക്കാം. ഇപ്പം എൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിലൂടെയാണ്. ആൻഡ് യു ക്യാൻ സീ ദ ഡിഫറൻസ്. നമ്മുടെ റൂമിൻ്റെ എക്കോയും ആ നോയ്സ് ക്യാൻസലേഷനൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇവൻ തോ ഞാൻ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ലെവൽ നോയ്സ് ക്യാൻസലേഷനാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കിതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഒന്ന് ഓൺ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നോയ്സ് ക്യാൻസലേഷൻ ലെവൽ 1-ലാണുള്ളത്. നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പുറകിലുള്ള പവർ ബട്ടണിൽ ഒരു തവണ പ്രസ് ചെയ്താൽ മതി. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും നമ്മുടെ എക്കോയും നോയ്സും കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ കുറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നൗ ലെറ്റ്സ് ട്രൈ ദ ലെവൽ 2 ഓഫ് നോയ്സ് ക്യാൻസലേഷൻ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് നോയ്സ് ക്യാൻസലേഷൻ ലെവൽ 2 ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഔട്ട്പുട്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആയതുകൊണ്ട് വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ബട്ട് ഇറ്റ് ഗീവ്സ് എ ഡീസൻറ്റ് ക്വാളിറ്റി. ലെറ്റ്സ് സ്വിച്ച് ടു ലെവൽ 3 ഓഫ് നോയ്സ് ക്യാൻസലേഷൻ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോയ്സ് ക്യാൻസലേഷൻ ലെവൽ 3 ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഔട്ട്പുട്ടാണ്. നമ്മൾ നോയ്സ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പും ഇപ്പോഴുള്ള ശബ്ദത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാൻ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. വിച്ച് ഇസ് പ്രെറ്റി ഗുഡ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ റീവേർബ് മോഡാണ്. നോയ്സ് ക്യാൻസലേഷൻ കൂടാതെ ഈ ഒരു മോഡും കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. നമുക്കിത് പാട്ട് പാടാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നമ്മൾ മ്യൂസിക് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും. ചെറിയൊരു 2 വരി പാട്ട് മൂളി നോക്കിയാലോ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. എങ്ങനെയുണ്ട്? ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻഡോറിലുള്ള പെർഫോമൻസ് കേട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്ഡോറിലുള്ള പെർഫോമൻസ് കേൾക്കാം വിത്ത് ദ വിൻ ഫിൽറ്റർ. ഇപ്പോൾ നമ്മൾ പുറത്താണുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്യാവശ്യം ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്. പുറകിൽ വയലാണുള്ളത്, നല്ല കാറ്റുണ്ട്, നല്ല നോയ്സ് ഉണ്ട്. ഇതെൻ്റെ ഫോണിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ്. നമുക്കിനി മൈക്ക് കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് വിത്ത് വിൻ ഫിൽറ്റർ ഓൺ. ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് ഇതിൽ നിന്നുള്ള വോയിസ് ആണ്. ഇനി നമുക്ക് ലെവൽ 1 നോയ്സ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ലെവൽ 1 നോയ്സ് ക്യാൻസലേഷൻ. ഇപ്പം പുറകിൽ കിളികളൊക്കെ ചലിക്കുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്, ഇടിമുഴക്കത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്നെനിക്കറിയില്ല. ഇനി നമുക്ക് ലെവൽ 2 നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്ത് നോക്കാം. ഇതാണ് ലെവൽ 2 നോയ്സ് ക്യാൻസലേഷൻ. ഇപ്പം കൃത്യമായിട്ടുള്ളൊരു വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, കാരണം അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി നമുക്ക് ലെവൽ 3 നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ ലെവൽ 3 നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതാണ് ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഓഫ് നോയ്സ് ക്യാൻസലേഷൻ. എങ്ങനെയുണ്ട്? ഇതുവരെ നമ്മൾ ചെക്ക് ചെയ്തത് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ആൻഡ് അതർ തിങ്സ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ റേഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവർ ക്ലെയിം ചെയ്യുന്ന റേഞ്ച് 30 മീറ്റർ ആണ്. നമുക്ക് മാക്സിമം എത്രത്തോളം കഴിയും എന്ന് നോക്കാം. ഇപ്പോൾ ഞാനും ഫോണും തമ്മിൽ ഏകദേശം ഒരു 3 മീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ പതുക്കെ പുറകോട്ട് പോവാം. മേ ബി ചിലപ്പോൾ ഞാൻ സ്ക്രീനിൽ നിന്ന് പുറത്തോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 5 മീറ്ററോളം ഡിസ്റ്റൻസിലാണുള്ളത്. ഇപ്പം ഏകദേശം 10 മീറ്റർ ഡിസ്റ്റൻസിലുണ്ട്. ഇപ്പം ഏകദേശം 20 മീറ്ററോളം ഡിസ്റ്റൻസിലാണ് ഞാൻ നിൽക്കുന്നത്.
നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തക്കുടു കാണുന്നുണ്ടോ? കൈ കാണുന്നുണ്ടോ? കൈ കാണുന്നുണ്ടോ? ഇപ്പൊ ഞാനുള്ളത് ഏകദേശം 25 മീറ്ററോളം ഡിസ്റ്റൻസിലാണ്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വയലാണുള്ളത്. കാണുന്നുണ്ടോ? കൈ കാണുന്നുണ്ടോ? ഓന്തോ എന്തോ അരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ ഏകദേശം 30 മീറ്ററോളം ഡിസ്റ്റൻസിലാണുള്ളത്. ഓക്കെ അല്ലേ? കാണുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഇതിന്റെ 30 മീറ്റർ ഡിസ്റ്റൻസിലുള്ള പെർഫോമൻസ് ആണ്. ഇനി അങ്ങോട്ട് വയലാണ്. ഓക്കെ, നമുക്ക് ബാക്ക് ടു ദ ഫീൽഡ് വരാം. മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ മാക്സിമം റേഞ്ച് എത്രയും നമ്മൾ കണ്ടു കഴിഞ്ഞു. മാക്സിമം റേഞ്ചിലുള്ള അതിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനിയും ഇതുപോലുള്ള പ്രോഡക്റ്റ് റിവ്യൂസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. താങ്ക്